LDF സർക്കാരിന്റെ കാലത്ത് അന്വേഷിച്ച കേസുകളിൽ പുനരന്വേഷണത്തിനൊരുങ്ങുന്നു UDF സർക്കാർ. TP കേസിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് KK രമ രമേശ് ചെന്നിത്തലയെ കണ്ടു. കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ള ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകി. പിണറായി സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ ഇടപെടലിൽ അന്വേഷണം നിലച്ച കേസുകളാണ് പൊടിതട്ടിയെടുക്കുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് ഗൂഢാലോചനയിൽ അന്വേഷണം ആവശ്യപ്പെടാനാണ് RMPയുടെ നീക്കം. ചോമ്പാല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്വേഷണം ആവശ്യപ്പെടുക. കേസിലെ ഉന്നത ഗൂഢാലോചന കണ്ടെത്തണമെന്നാണ് RMPയുടെ ആവശ്യം. അതേസമയം കാഫിർ സ്ക്രീൻഷോട്ട് കേസിലും ലീഗ് പുനരന്വേഷണം ആവശ്യപ്പെട്ടു. കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ടാണ് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടത്. വടകരയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് പാറക്കൽ അബ്ദുള്ള റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതിന് നേതൃത്വം കൊടുത്തതാരും ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയാണ്. അതാരും ഒരു പുനരന്വേഷണത്തിന് എന്തായിരുന്നാലും SIT വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് കേരളം ചർച്ച ചെയ്യപ്പെട്ടു. ഇതൊരു വടകരയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. നവീൻ ബാബു കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് റാന്നി MLA പഴകുളം മധുവും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നാമജപഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആലപ്പുഴയിൽ AD തോമസ് MLA അടക്കമുള്ളവരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ ഉടൻ സസ്പെൻഡ് ചെയ്തേക്കും. ആക്രമണ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയ പ്രധാന സാക്ഷിയുടെ മൊഴി SIT ഇന്ന് രേഖപ്പെടുത്തി. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയതോടെ പിണറായി വിജയന്റെ സുരക്ഷ കുറച്ചു. ഗൺമാൻമാർ AD തോമസിനെ ആക്രമിച്ച സംഭവം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക വിവരശേഖരണത്തിൽ തന്നെ നടപടി ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തി. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലുള്ളവർ ഇടപെടേണ്ട സാഹചര്യം അവിടെ ഇല്ലായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ലോക്കൽ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞിട്ടും ഇവർ ആക്രമിച്ചു. മർദ്ദിക്കാൻ ഉപയോഗിച്ച ലാത്തിക്ക് സമാനമായ വടിയും ചട്ടവിരുദ്ധമാണെന്നാണ് സംഘത്തിന് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത്. അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയതോടെ പിണറായി വിജയന്റെ സുരക്ഷ വെട്ടിക്കുറച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കിട്ടുന്ന പൈലറ്റും എസ്കോർട്ടും വേണ്ടെന്ന് പിണറായി DGPയോട് ആവശ്യപ്പെട്ടു. നിലവിൽ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാരായ 2 പേർ മാത്രമേ പിണറായിക്കൊപ്പമുള്ളൂ. അതിലൊരാൾ AD തോമസിനെ ആക്രമിച്ച കേസിൽ പ്രതിയായതുകൊണ്ട് ഉടൻ സസ്പെൻഷനിലാക്കാനാണ് സാധ്യത. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.